നമസ്കാരം. സൗത്ത് ആഫ്രിക്ക ചതിച്ചില്ല. സെമി കാണാതെ പുറത്തു പോകാൻ ഉറച്ചു നിന്ന ഇന്ത്യയെ സേഫ് സോണിലാക്കിയിരിക്കുകയാണ് പ്രോട്ടീസ്. വിൻഡീസിനെതിരായ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയേക്കാൾ ജയം അനിവാര്യമായിരുന്നത് ഇന്ത്യക്കായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ വെസ്റ്റ് ഇൻഡീസ് വമ്പൻ സ്കോറാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്ക് മുന്നിൽ വിൻഡീസിന്റെ വെടിക്കെട്ട് കാണാൻ സാധിച്ചില്ല. തുടക്കം മുതൽ വെസ്റ്റ് ഇൻഡീസിനെ വിറപ്പിക്കാൻ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്ക് സാധിച്ചു. ബ്രണ്ടൻ കിങ് ആദ്യം പുറത്തായി. 11 പന്തിൽ 5 ഫോറടക്കം 21 റൺസാണ് കിങ്ങിന് നേടാനായത്. 5 ഫോറടക്കം നേടിയ താരത്തെ ലൂങ്കി എങ്കിഡിയാണ് പുറത്താക്കിയത്. ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് 6 പന്തിൽ 16 റൺസ് എടുത്ത് പുറത്തായി. 1 ഫോറും 2 സിക്സും ഉൾപ്പെട്ടതായിരുന്നു ഷായ് ഹോപ്പിന്റെ ഇന്നിംഗ്സ്. വെടിക്കെട്ട് ബാറ്ററായ ഷിംറോൺ ഹെറ്റ്മയറുടെ പ്രകടനമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ താരത്തിൽ നിന്ന് വെടിക്കെട്ട് ആവർത്തിക്കാനായില്ല. 3 പന്തിൽ 2 റൺസ് എടുത്ത ഹെറ്റ്മയറെ കഗീസോ റബാദ പുറത്താക്കി. റോമാൻ പവൽ 11 പന്തിൽ 9 റൺസ് എടുത്ത് മടങ്ങി. എങ്കിഡിയാണ് ഈ വിക്കറ്റ് നേടിയത്. കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർ അനുവദിക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനം. വമ്പനടിക്കാരനായ ഷെർഫൈൻ റുദർഫോർഡിനെ പുറത്താക്കി കോർബിൻ ബോഷ് കരുത്തുകാട്ടി. മാത്യു ഫോർഡിനെയും കോർബിൻ മടക്കി. ഇതോടെ 10 ഓവറിൽ 83-ന് 7 എന്ന നിലയിലേക്ക് വെസ്റ്റ് ഇൻഡീസ് കൂപ്പുകുത്തി. അവിടെ നിന്നാണ് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന വിൻഡീസിനെ നാം കണ്ടത്. 100-നുള്ളിൽ വെസ്റ്റ് ഇൻഡീസ് സോൾ ഔട്ട് ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഇടത്തു നിന്നായിരുന്നു ഈ ഒരു കരകയറ്റം. ജെയ്സൺ ഹോൾഡർ, റൊമാരിയോ ഷിഫോർഡ് കൂട്ടുകെട്ടാണ് വിൻഡീസിന് കരുത്തായി മാറിയത്. 31 പന്തിൽ 4 ഫോറും 3 സിക്സും ഉൾപ്പെടെ 49 റൺസ് എടുത്ത് അവസാന പന്തിൽ റൺഔട്ടായി ജെയ്സൺ ഹോൾഡർ. 188.6 ആയിരുന്നു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. റൊമാരിയോ ഷിഫോർഡ് 37 പന്തിൽ 52 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അവസാന 9 ഓവറിൽ വെസ്റ്റ് ഇൻഡീസ് അടിച്ചു കൂട്ടിയത് 90 റൺസ്. ഇന്ത്യയുടെ സെമി സ്വപ്നങ്ങൾ തകർന്നുവെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള തിരിച്ചുവരവായിരുന്നു വിൻഡീസ് നടത്തിയത്. സൗത്ത് ആഫ്രിക്കയുടെ വിജയലക്ഷ്യം 177. മറുപടിക്കിറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഗംഭീര തുടക്കമാണ് ഏഡൻ മാക്രവും ക്വിന്റൻ ഡിക്കോക്കും ചേർന്ന് നൽകിയത്. ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനായ ഏഡൻ മാക്രത്തോടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ കടപ്പെട്ടിരിക്കുന്നത്. 46 പന്തിൽ 7 ഫോറും 4 സിക്സും ഉൾപ്പെടെ 82 റൺസാണ് താരം അടിച്ചു കൂട്ടിയത്. ഓപ്പണിംഗിൽ 95 റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ച ശേഷം ഡീകോക്ക് പുറത്തായി. 24 പന്തിൽ 47 റൺസാണ് ഡീകോക്ക് നേടിയത്. 4 വീതം സിക്സും ഫോറും ഉൾപ്പെട്ടതായിരുന്നു താരത്തിന്റെ പ്രകടനം. 28 പന്തിൽ 45 റൺസോടെ റയാൻ റിക്കൽട്ടനും കട്ടയ്ക്ക് കൂടെ കൂടിയപ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ ബൗളിംഗ് നിരക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ വ്യാഴാഴ്ചയിൽ വിൻഡീസിന് 23 പന്തുകൾ ബാക്കി നിൽക്കെ സൗത്ത് ആഫ്രിക്ക മറികടന്നു. ഇതോടെ നെറ്റ് റൺ റേറ്റിലും വെസ്റ്റ് ഇൻഡീസിന് ഇടിവുണ്ടായി. ഒപ്പം ദക്ഷിണാഫ്രിക്കയ്ക്ക് കുതിപ്പും. ഇതാണ് ഇന്ത്യക്ക് ഗുണമായി മാറിയതും. എന്നാലും ഇന്ത്യ ആശിച്ച ഒരു മത്സരവിധി തന്നെയാണ് വ്യാഴാഴ്ചത്തെ ആദ്യ മത്സരത്തിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ആശ്വാസത്തിലും ആത്മവിശ്വാസത്തിലുമാണ് സിംബാബ്വെക്കെതിരെ ഇന്ത്യ ഇറങ്ങിയത്.